ഇപ്പോൾ കോൺഗ്രസ് നേതാവും എംഎൽഎയുമായ പി അനിൽകുമാർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇതിൽ ഇനിയും ശക്തമായ പ്രവർത്തനം നടത്തി ഞാൻ പറഞ്ഞല്ലോ, നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിക്കുക. എന്തായിരിക്കും UDF-ന്റെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ എതിരെയുള്ള ഒരു വിജയത്തിനായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും ഒരുപോലെ കാണുന്നതാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ദേശീയ തലത്തിൽ എന്നും, കാരണം ഒരുപാട് കാര്യങ്ങൾ ദേശീയ തലത്തിലുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ അതിനുള്ള പിന്തുണയായി തെരഞ്ഞെടുപ്പിനെ കാണും. ഫാസിസ്റ്റിനെതിരെയുള്ള പോരാട്ടം, നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായ പോരാട്ടം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ 9 വർഷം പിന്നിട്ട ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ജനങ്ങൾ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലായിട്ടുള്ള ഉദാഹരണമാണ് മലയോര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ജനങ്ങൾക്ക് ഇന്ന് ഭയാശങ്കയിലാണ്, ജനങ്ങൾക്ക് സംരക്ഷണമില്ല. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്ന നാഷണൽ ഹൈവേയുടെ സ്ഥിതി നമുക്കറിയാം. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യം, അങ്ങനെ വലിയ പ്രയാസത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ കടന്നുപോവുകയാണ്. അതുകൊണ്ട് അതിനൊക്കെ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ജനങ്ങളുടെ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതികരണത്തിന്റെ പ്രതിഫലനമായിരിക്കും നിലമ്പൂരിലെ ഇലക്ഷൻ. അല്ല, ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഒരു പോരാട്ടത്തിൽ, പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് UDF-ന് അങ്ങേയറ്റത്തെ കോൺഫിഡൻസ് ഉണ്ട്. അതോടൊപ്പം എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചു പോവുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത്. ഓക്കെ.